സാധാരണ ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകണം എങ്ങോട്ടാണ്? വലിയ മാളോ അങ്ങനെ സ്ഥലങ്ങളിലേക്ക്. എന്നെ ആലുവയിലെ മാർക്കറ്റ് കാണിക്കാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. സബി ദബ്രോബിൽ ഇങ്ങനെ കിടക്കാണല്ലോ. അങ്ങനെ മാർക്കറ്റ് കണ്ട് വന്ന വഴിക്ക് ഞാൻ ഈ മാക്സിലൊന്ന് കയറി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മാക്സിൽ കയറുന്നത്. കഴിഞ്ഞ വീഡിയോയിലെ കണ്ണാടിൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ ഇല്ലേ, നമ്മുടെ മിറർ സെൽഫി. എല്ലാം വിശാലമായിട്ടൊന്ന് കറങ്ങി ഞങ്ങൾ ഈ ഒരു ഷൂ എടുത്തു. നോക്കിയപ്പോൾ നല്ല ഇഷ്ടം തോന്നി. പിന്നെ നമുക്ക് മനസ്സിലായി ഇത് ഡബ്ബറാണ്, ഡബ്ബർ. പിന്നെ എനിക്ക് ഈ അഡാറ് സൂപ്പർ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടു. ബാഗ് ഇഷ്ടപ്പെട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തു. അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കിയപ്പോൾ എൻ്റെ നിങ്ങൾ കണ്ടില്ലേ? ഓ ഗാഡ്, തൽപര കക്ഷിയല്ല, തിരിച്ചു വെച്ചു. എന്നെയും കുറ്റം പറയാൻ പറ്റില്ല. മീഷോയും ഫ്ലിപ്കാർട്ടും വിട്ടൊരു ഷോപ്പിംഗ് ലോകമേ എനിക്കില്ല. ഞാൻ വാങ്ങുന്ന സാധനങ്ങൾക്ക് ഞാൻ ബ്രാൻഡുള്ളത് നോക്കുക, അതിൻ്റെ പൈസ കുറവാണ്. എല്ലാം കണ്ട് പരസ്യം തറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പോയത് അടുത്ത ഫ്ലോറിലേക്കാണ്. വിശാലമായൊരു ഷോറൂം. ഭാഗം വാങ്ങി എല്ലാം ഞാൻ ഷാജേട്ടനെ ഏൽപ്പിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് ആനക്കരിമ്പൻകാട്ട് കയറിയപ്പോൾ അങ്ങോട്ട് വിരകി അങ്ങോട്ട് നടക്കുകയായിരുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഈ പൂരത്തിനൊക്കെ പോയിട്ട് എല്ലാം ഇങ്ങനെ വിരകില്ലേ, അതുപോലത്തെ സെറ്റപ്പായിരുന്നു. ഇയാൾ പിന്നെയും തുടങ്ങി. ഞാൻ പറയടോ മനുഷ്യ, ഇതിൻ്റെ യൂട്യൂബ് ചാനലിലേക്കുള്ളതാണ്, ഇയാൾ എൻ്റെ വീഡിയോ എടുക്കുക. പിന്നെ ആ പൂപ്പൻ്റെ പോലത്തെ ഒരു ഷർട്ട് കണ്ടു, അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. പിന്നെ നേരെ പോയത് മുകളിലത്തെ ഫ്ലോറിലേക്കാണ്. എൻ്റെ ഇഷ്ടം എന്താ ജാരി കാണുന്നത്, എന്തൊക്കെയാണ് ജാരി വാരി എടുക്കുക കേട്ടോ, അങ്ങനത്തെ സെറ്റപ്പിലായിരുന്നു. ചെരുപ്പും കമ്മലും അങ്ങനെ കുറേ സാധനങ്ങളും, പിന്നെ കിഡ്സിൻ്റെ. പിന്നെ താഴത്തേക്ക് വന്നു. ചെറിയ പ്രാന്തൊക്കെയാണേ. അങ്ങനെ എല്ലാം നോക്കി നമുക്ക് പ്രധാന കാര്യം സമയം കളയണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ എനിക്കുണ്ട്. പക്ഷെ അത് ഒടുക്കത്തെ ജിജ്ഞാസയായിപ്പോയി. എനിക്ക് ഇനി അങ്ങനെ ഒരു ത്വര ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. നൈറ്റ് തുണി പോലത്തെ ഒരു തുണിക്ക് 4 വള്ളി വെച്ചിട്ട് 1899 രൂപയാണ്. എൻ്റെ ഭഗവാനെ, ഞാൻ പേടിച്ചു പോയി. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാമോയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറയാം, നീ ഇങ്ങനെ സ്ക്രൂ കൊടുത്തിട്ട് ചെണ്ടക്കുരങ്ങനെ പോലെ നടക്കാതെ വേണമെങ്കിൽ പറഞ്ഞ് ഉടുക്കുക, അല്ലെങ്കിൽ ഇട്ട് നോക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിപ്പോൾ എന്തൊരു നേരെ നടക്കണു. ദേഷ്യക്കാരനാണേ, പാവം. രാത് പിടിക്കില്ലേ മനുഷ്യരെ. എപ്പോൾ തുടങ്ങിയതാ തല്ലിക്കൊല്ലാത് ഭാഗ്യമില്ല. ഞാൻ കണ്ട് മതിയായിട്ട് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അവസാനം എടുത്താണ് ഈ 3-4 സാധനങ്ങൾ. ഈ സാധനങ്ങളിൽ നേരത്തെ എല്ലാത്തിനും പോക്കറ്റുണ്ടായിരുന്നു. എല്ലാം 1000, 2000 ഒക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചു വേണ്ട. പക്ഷേ എനിക്ക് വെള്ളം ഇഷ്ടമായിരുന്നു. പിന്നെ എന്നാലും പാവല്ലേ, കാശ് കൊടുക്കണമെന്ന് വെച്ച് ഞാൻ വിചാരിച്ചു വേണ്ട, വിട്ടേക്കാമെന്ന്. ആളുകൾക്കിടയിൽ നിന്ന് മാക്സിമം പൈസ മേടിക്കുന്ന ഷോപ്പിൻ്റെ പേരാണോ മാക്സ്? നമ്മളില്ലേ. എനിക്കെൻ്റെ മീഷോയും ഫ്ലിപ്കാർട്ടും മാത്രം മതി.